ഇന്നത്തെ കൃഷിക്കാഴ്ചകളിൽ ആദ്യം പന്തലിലുണ്ടായ ചുരങ്ങയുടെ വിളവെടുപ്പാണ്. ഈ പ്രാവശ്യത്തെ ആദ്യത്തെ കായാണ് കേട്ടോ ഇത്. ഇത് കൂടാതെ പുതിയ കായകൾ വള്ളി നിറയെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഈ തൈകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് കുറ്റിയമര. ഇതിൽ ധാരാളം കായകൾ ഉണ്ടാവും കേട്ടോ. എനിക്ക് കൂടുതലൊന്നുമില്ല, ഒരു 10 തൈകളേ ഉള്ളൂ. പക്ഷെ ഇതിൽ ധാരാളം കായകൾ ഉണ്ടാവും. എത്ര പൊട്ടിച്ചാലും തീരൂല, പിന്നെയും പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഈ തൈയുടെ പ്രത്യേകത. ചീരയും നിത്യവഴുതനയും തക്കാളിയൊക്കെ നമ്മുടെ തോട്ടത്തിൽ ധാരാളം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ കടയിൽ കൊടുക്കും, ബാക്കിയുള്ളതൊക്കെ ഞാൻ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ ആയിട്ട് കൊടുക്കും. ഈ കാണുന്നതാണ് ചുവന്ന പയറ്. ആദ്യത്തെ കായയാണ് കേട്ടോ. കൂടുതലൊന്നുമില്ല, ഒരു 4-5 തൈകളെ എനിക്ക് പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? നിത്യവഴുതനയാണ് ഇത്. ഇനി നമുക്ക് കുറച്ച് നാടൻ പയർ വിളവെടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഇനം പയറുകൾ നട്ടിട്ടുണ്ട്. ഒന്ന് പച്ചപ്പയറും ഒന്ന് വെള്ളപ്പയറും. പച്ചപ്പയർ ധാരാളം കായകൾ കിട്ടുന്നുണ്ട്. കായകൾക്ക് ഏകദേശം 1 മീറ്ററോളം വലുപ്പമുണ്ട്. വെള്ളപ്പയർ അത്രയും നീളമില്ല. 2-3 ദിവസം കൂടുമ്പോൾ തന്നെ അത്യാവശ്യം പയറുകൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം മനസ്സിലായോ? രാസവളത്തിൻ്റെയോ മറ്റു ഹോർമോണുകളുടെയോ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. വെറും പച്ചച്ചാണകത്തിൻ്റെ തെളി കൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ കീടങ്ങൾക്കെതിരെ ജൈവ കീടനാശിനി ഞാൻ തന്നെ ഉണ്ടാക്കും. ഇനി പയറുകൾ കൂടുതൽ ഉണ്ടാകുമ്പോൾ ഞാൻ കൊണ്ടാട്ടമാക്കാൻ എടുക്കും. തൈരും ഉപ്പും കൂട്ടി പയർ അരിഞ്ഞ് ഉണക്കിയെടുത്താൽ മതി. ചോറിനൊപ്പം കഴിക്കാൻ ബെസ്റ്റാണ്. മുളകും പാവലും പയറും ഞാൻ മുമ്പേ തന്നെ കൊണ്ടാട്ടമാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ലൊരു ചേമ്പും തൈയാട്ടോ ഇത്. എങ്ങനെയോ പണി കാണാതെ കിടന്ന് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഒരൊറ്റയൊന്നു പോലും കിട്ടില്ല. എല്ലാവരുടെയും കൃഷി ഇവിടെ നശിപ്പിക്കുന്നുണ്ട്. ഇനി ചേമ്പായാലും എല്ലാം ചാക്കിലോ മറ്റോ നടേണ്ടി വരും. ഈ പ്രാവശ്യം കുറച്ച് നാടൻ കൂർക്കവിത്ത് ഞാനൊരു മാമനോട് ചോദിച്ചു വെച്ചിട്ടുണ്ട്. ഗ്രോ ബാഗിലോ മറ്റോ നട്ടു നോക്കാം. കാന്തല്ലൂർ ഇനം കൂർക്കവിത്ത് വേറൊരു മാമന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാന്തല്ലൂർ ഇനം കൂർക്കവിത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അടുത്ത വീഡിയോയിൽ നമുക്കത് പരിചയപ്പെടാം. നമ്മൾ വാങ്ങിയ 2 മുയൽ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത്. ചെറുതായത് കൊണ്ട് തൂക്കത്തിനല്ല പൈസ, ജോഡി 300 രൂപയാണ് കേട്ടോ. ഇവരുടെ കാഷ്ടം ഒന്നാന്തര വളമാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. പിന്നെ പറിച്ചെടുക്കുന്ന കളകളൊക്കെ അവർക്ക് കൊടുക്കാം. പിന്നെ കുഞ്ഞുങ്ങളുണ്ടായാൽ നമുക്ക് വിൽക്കുകയും ചെയ്യാം. ഈ വെണ്ടകൾ കണ്ടോ? നല്ല വലിപ്പമുള്ള വെണ്ടകളാണ്. ഞാൻ ഉപ്പേരി ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. ഈ തൈകളിൽ നിന്നും ഇത് 2ാം ഘട്ട വിളവെടുപ്പാണ്. പയറുകൾക്കൊപ്പം നട്ടത് കൊണ്ട് ചാണകവെള്ളം തന്നെയാണ് വെണ്ടയ്ക്കും കൂടെ നട്ട വഴുതനയ്ക്കും കൊടുക്കുന്നത്. എന്തായാലും ഒരു കുഴപ്പവുമില്ല. ചെടികൾക്ക് നല്ല ആരോഗ്യവും ഉണ്ട്, നല്ല കായ്ഫലവും ഉണ്ട്. വഴുതന ഒരു 3-4 ഇനം നട്ടിട്ടുണ്ട് കേട്ടോ. കായ പിടിച്ചത് ആദ്യം വയലറ്റ് വഴുതനയാണ്. പിന്നെ ഉണ്ടവഴുതനയും കായ പിടിച്ചിട്ടുണ്ട്. മെഴുകുതിരി പോലെ റൗണ്ട് ഷേപ്പിൽ നീളത്തിൽ കായ്ക്കുന്ന ചുവപ്പ് നിറമുള്ള റെഡ് കാൻഡിൽ ഫയർ വെണ്ടയാണ് ഈ കായ്ച്ചത്. പിന്നെ നമുക്ക് വലിയ കുക്കുംബറും വിളവെടുക്കാം. ഇന്ന് കിട്ടിയ പയറുകളെല്ലാം തരം നോക്കി കെട്ടാക്കി വെക്കണം. അതിലൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ചുരങ്ങയും വെണ്ടയും അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വീട്ടിലേക്ക് എടുക്കുകയാണ്. വെണ്ടയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൊടുക്കാൻ മാത്രം ഇല്ല, കുറച്ചല്ലേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ്.